മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. അച്ചായന്റെ, അതായത് സോജൻ വർഗീസിന്റെ സുഹൃത്താണ്, കാമുകിയാണ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ അത്രക്കാരൻ നിന്റെ അച്ഛനെങ്ങാനും ഈ അച്ചായ എന്ന് പറയുന്ന ഭയങ്കര, ഞാൻ വലിയ പണക്കാരൻ എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. സംശയം നമ്മൾ ആ പുള്ളിയുടെ ആരോ ആണെന്നുള്ള രീതിയിലുള്ള കോണ്ടാക്ട് ആ പുള്ളി നമ്മൾ വേണ്ടാത്ത പണിക്കൊക്കെ പോയി ചീത്തപ്പേരുണ്ടാക്കല്ലേ. ഒരു നമ്മളിങ്ങനെ ഭരിക്കത്തില്ല ഇങ്ങനെ. ഈ പുള്ളിക്കാരൻ ഫോൺ പിടിച്ച് തറയിലോട്ട് ഒരൊറ്റ അടി. എന്റെ ഫോൺ മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം ഞാൻ നമ്മളെ, അതായത് ട്രാപ്പിലാക്കി നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയത്തില്ല. അതാണ് ഈ അമ്മയും മോനും കാണിച്ചോണ്ടിരുന്നത്. എന്ത് കാര്യത്തിനായാലും ഒരു മാന്യത വേണ്ടേ? എന്താ വിചാരിച്ചേ? ഇതില്ല, പക്ഷെ അകത്തിരുന്ന് പറയുന്നത് വേറെ വർത്താനവും പുറത്ത് കാണിക്കുന്നത് വേറൊരു ക്യാരക്ടറും. ഈ രണ്ടുപേരെ എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പുറകിൽ കൂടെ വന്ന ഒരൊറ്റ അടി. എന്റെ സമാധാനമായല്ലോ. അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അടി നടുവിനിട്ട് തന്നു. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. പുള്ളി മാനിനാന്ന് കാണിക്കാൻ ആര് കോള് വിളിച്ചാലും അത് റെക്കോർഡ് ചെയ്യുക, വരുന്ന ഓരോ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുക. പിന്നീട് പുള്ളിയുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തും. അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. പിന്നെ പുള്ളി എന്നെ സ്വന്തമാക്കണം, പുള്ളിയുടെ വൈഫാണ് ഞാൻ എന്നുള്ള ലേബലാക്കി കഴിഞ്ഞു. വിശ്വസിക്കരുതടാ, ലോകത്ത് ഒരു പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.